ഇത് ബഹാദൂർ. പേര് അങ്ങനെയൊന്നുമല്ല, അതാണ് ഈ കഥയിലെ കഥ. ബഹാദൂറിന് ഊരും പേരുമില്ല, നാടും വീടുമില്ല. 30 വർഷം മുമ്പാണ് ഇദ്ദേഹം ബഗ്ഗ ഗ്രാമത്തിലെത്തിയത്. ഒരേ ഒരു ലക്ഷ്യം, കിടക്കാനൊരിടം വേണം, കഴിക്കാൻ ഭക്ഷണവും. രണ്ടും വാഗ്ദാനം ചെയ്ത് കൂടെ കൂട്ടിയത് ഗഫാർ ബായിയുടെ പിതാവാണ്. അദ്ദേഹമാണ് ബഹാദൂർ എന്ന പേരു നൽകിയത്. മാതാപിതാക്കളെക്കുറിച്ച് അറിയില്ല, എവിടെ ജനിച്ചുവെന്നോ എങ്ങനെ വളർന്നുവെന്നോ ഒരു ഓർമ്മയുമില്ല. आपका घर कहाँ है? अरे घर का तो कोई पता नहीं है. पता नहीं. ഗഫാർ ബായിയുടെ എരുമകളെയും പരിചരിച്ച് ബഹാദൂർ ഇന്നും ബഗ്ഗയിലുണ്ട്. അതിരാവിലെ എഴുന്നേൽക്കും, എരുമകൾക്ക് തീറ്റ നൽകും, ശേഷം അവരെയും കൂട്ടി കാട്ടിലേക്ക്. വൈകിട്ട് തിരികെ വരും. എരുമകൾക്കൊപ്പം ഈ ആലയിൽ, ഈ കട്ടിലിൽ കിടന്നുറങ്ങും. ഭക്ഷണവും വെള്ളവും ഇവിടെയുണ്ട്, വേറെന്തു വേണം എന്നാണ് ബഹാദൂറിൻ്റെ ഭാഷ്യം. खाना पीना सब इधर है. बस എരുമകളോട് വലിയ സ്നേഹമാണ് ബഹാദൂറിന്. ഓരോ എരുമകൾക്കും പ്രത്യേകം പേരുകളുണ്ട്. ഇടയ്ക്കൊരു തവണ ലക്കിയും ക്രേസിയും തമ്മിൽ അടിപിടിയുണ്ടായി. നിന്നെ അവൻ അടിച്ചല്ലേ, മുമ്പ് നീ അവനെയും അടിച്ചിട്ടില്ലേ എന്നു പറഞ്ഞ് സാന്ത്വനിപ്പിക്കാൻ ബഹാദൂർ എത്തി. तेरे को मार दिया. तू बहुत मारता था उसको पहले, जब ये खुला होता था ना तो उसको बहुत मारता था. ബഗ്ഗ ഗ്രാമവും എരുമകളും ഗഫാർ ബായിയുമാണ് അദ്ദേഹത്തിൻ്റെ ലോകം. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാകുന്നു എന്ന് ആടുജീവിതത്തിൽ ശ്രീ ബെന്യാമിൻ പറയുന്നുണ്ട്. നമ്മളറിയാത്ത, നമുക്കൊന്ന് ഊഹിക്കാൻ പോലും സാധിക്കാത്ത എത്രയെത്ര ജീവിതങ്ങൾ ലോകത്തുണ്ട്. ഇന്ത്യയിലുണ്ട്, നമ്മുടെ കേരളത്തിൽ പോലുമുണ്ട്. വീണ്ടും കാണാം.